ഹായ് ഓൾ, വെൽക്കം ടു പച്ചവെള്ളം ലേണിംഗ് ആപ്പ്. ഞാൻ നീതു ജയേഷ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാഗ്നറ്റിസം അഥവാ കാന്തികത എന്ന ടോപ്പിക്കാണ്. മാഗ്നറ്റിസം കാന്തികത എന്നത് എല്ലാ എക്സാമിനേഷനും പൊതുവെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാതിരിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. കാന്തികത എന്നത് കാന്തങ്ങൾക്കും വൈദ്യുത പ്രവാഹമുള്ള വസ്തുക്കൾക്കും ചുറ്റുമുള്ള പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭൗതിക പ്രതിഭാസമാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. കാന്തികത അല്ലെങ്കിൽ മാഗ്നറ്റിസം, ഞാൻ രണ്ട് ടേംസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ ടേം തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോഴും ഓരോ വാക്കിൻ്റെയും മിക്കവാറും എല്ലാ ടേംസിൻ്റെയും ഒരു ഇംഗ്ലീഷ് വേർഡും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടും മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം, കുറച്ച് ആളുകൾക്ക് ഈ ഇംഗ്ലീഷ് ടേംസ് ആയിരിക്കും ഫെമിലിയർ ആയിട്ടുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സാമിനേഷൻ ചിലപ്പോൾ ഇംഗ്ലീഷ് വേർഡ്സ് മലയാളത്തിൽ എഴുതി നമുക്ക് കാണാറുണ്ട്, ചിലപ്പോൾ മലയാളത്തിൽ തന്നെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് രണ്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് രണ്ട് രീതിയിലും ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി കാന്തികത എന്നത് കാന്തങ്ങൾക്കുള്ള ഒരു സവിശേഷ സ്വഭാവമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? കാന്തികത എന്ന് പറയുന്നത് കാന്തത്തിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതിന് അടുത്ത ടൈം വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നും. എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്ക്. അതായത് വൈദ്യുത പ്രവാഹമുള്ള വസ്തുക്കൾക്കും ചുറ്റുമുള്ള പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭൗതിക പ്രതിഭാസമാണ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം വൈദ്യുത പ്രവാഹമുള്ള വസ്തു, നമുക്കിപ്പോൾ ഒരു അലുമിനിയം വയർ എടുക്കുകയാണ്. ഇതിനകത്തൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യണം, വൈദ്യുതി കടത്തിവിടുമ്പോൾ ഈ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക വലയം കൂടി ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും കൂടി ഉണ്ടാവും. അതായത് കറണ്ട് കടന്നു പോകുന്ന ഏത് വസ്തുവിൻ്റെയും ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കാന്തികത ഉണ്ടാവും. അത്ര മാത്രം ഓർത്തിരിക്കുക. ഏത് വസ്തുവാണോ വൈദ്യുതി കടന്നു പോകുന്നത് അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം, അത് കാന്തിക മണ്ഡലം എന്നാണ് പറയുക മാഗ്നറ്റിക് ഫീൽഡിന്. അങ്ങനെ ഒരു കാന്തിക മണ്ഡലം കൂടി ഉണ്ടാകും. അതിന് ഇങ്ങനെ കാന്തികത എന്ന് പറഞ്ഞാൽ കാന്തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടി അല്ല, സവിശേഷതയല്ല. പിന്നെ എന്തിൻ്റെ കൂടെയാണ്? വൈദ്യുതി പ്രവഹിക്കുന്ന ഏതൊരു വസ്തുവിനും ചുറ്റുമുള്ള പ്രദേശത്ത് ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഭൗതിക പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത എന്ന് വിളിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ഇതിന്റെ ഫലമായിട്ട് ആകർഷണവും വികർഷണവും പോലെയുള്ള ബലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ആകർഷണവും വികർഷണവും പോലെയുള്ള ബലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും. കാന്തത്തിന്റെ ഒരു സവിശേഷതയാണ്, അതിന് അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാകും, റിപ്പൽസീവ് ഫോഴ്സും ഉണ്ടാകും. ഈ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൽസീവ് ഫോഴ്സസ് വഴിയാണ് നമ്മൾ കാന്തത്തിനെ കുട്ടിക്കാലം മുതലേ പരിചയപ്പെടുന്നത് തന്നെ, അല്ലേ? ഇതിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ കാന്തം എന്തും ചെയ്യും, വികർഷിക്കുകയും ചെയ്യും. അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, റിപ്പൽസീവ് ഫോഴ്സും ഉണ്ട് എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമുക്ക് കാന്തികതയെ പറ്റി പറയാനുള്ളത്. കണ്ടോ, കാന്തങ്ങൾ, പലതരത്തിലുള്ള കാന്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ നോർമലി ലാബുകളിലൊക്കെ കാണുന്നത്. കണ്ടോ, നോർത്ത് പോള്, അതുപോലെ സൗത്ത് പോള്, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ബാർ മാഗ്നറ്റ്, ഇതിനെ വിളിക്കുന്നതാണ് ബാർ മാഗ്നറ്റ് എന്ന് വിളിക്കും, ബാർ മാഗ്നറ്റ്. അതുപോലെ തന്നെ ഇത് ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. പിന്നെ അതായത് കാന്തം തന്നെ നമ്മൾ രണ്ട് തരത്തിൽ കാന്തത്തിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് പെർമനന്റ് മാഗ്നറ്റ്, അതുപോലെ രണ്ടാമത്തേതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാന്തത്തിൻ്റെ, ഈ ഒരു പ്രത്യേകമായ കാന്തത്തിൻ്റെ ഓരോ തരിയും എന്ന് പറയുന്നത് എന്താണ്? കാന്തത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷതകളുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും കാന്തം എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വൈദ്യുതി കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയലിലേക്ക് നമ്മൾ ഇത് കണ്ടോ, കറണ്ട് കടത്തി വിട്ട് കഴിയുമ്പോൾ ആ മെറ്റീരിയൽ എന്തായിട്ട് മാറും? ഒരു കാന്തമായിട്ട് മാറും. അതായത് ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് അതിനെ കാന്തിക സ്വഭാവം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വൈദ്യുതി കടത്തിവിടുന്ന ഏതൊരു ചാലകത്തിലൂടെയും അല്ലെങ്കിൽ ഏതൊരു കണ്ടക്ടറിലൂടെയും വൈദ്യുതി കടത്തിവിടുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകും?
മാഗ്നറ്റിസം ഉണ്ടാകും, അല്ലെങ്കിൽ കാന്തികത ഉണ്ടാകും. അപ്പൊ അങ്ങനെ വൈദ്യുതി കടത്തിവിട്ട് നമ്മൾ കാന്തം ഉണ്ടാക്കുന്നതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുക. അല്ലാതെ തന്നെ പ്രകൃത്യാ തന്നെയുള്ള സ്വാഭാവികമായിട്ട് അതിന് ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കാന്തികതയുള്ള വസ്തുക്കളെ വിളിക്കുന്നതാണ് പെർമനന്റ് മാഗ്നറ്റ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ബാർ മാഗ്നറ്റ് ഉണ്ട്, ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ഉണ്ട്, ഒരുപാട് തരത്തിൽ ഡിസ്ക് ഷേപ്പിലുള്ളതുണ്ട്, ഒരുപാട് തരത്തിലുള്ളതുണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ളത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടുത്തത് ഇനി കാന്തികതയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇനി കാന്തത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിസം ആണ് പറയുന്നത്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ആകർഷണ ഗുണമാണ്, അതായത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. മനസ്സിലായോ? അട്രാക്റ്റീവ് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആകർഷണ ഗുണം. അതായത് കാന്തങ്ങൾ എന്തിനെയൊക്കെ അട്രാക്ട് ചെയ്യും? ഇരുമ്പ്, അതുപോലെ നിക്കൽ, കൊബാൾട്ട്, ഇങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ എന്ത് ചെയ്യും? ആകർഷിക്കുന്നു, അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാന്തത്തിന്, ഓരോ കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്. ഈ നോർത്ത് പോളിനെയാണ്, കണ്ടോ, നോർത്ത് പോളിനെയാണ് നമ്മൾ ഉത്തര ധ്രുവം എന്ന് പറയുക. അതിന് നമ്മൾ N എന്ന ലെറ്റർ ഉപയോഗിച്ച് ആ കാന്തത്തില് സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇനി ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത് സൗത്ത് പോളാണ്. അവിടെയാണ് നമ്മൾ S എന്ന ലെറ്റർ ഉപയോഗിച്ച് കാന്തത്തിനെ സൂചിപ്പിക്കുക. അപ്പൊ ഈ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്, പക്ഷെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക, നോർത്ത് പോളാണ് ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത് സൗത്ത് പോളാണ്. ഉത്തരം, ദക്ഷിണം. അപ്പോൾ ഒരു കാന്തം എടുത്തിട്ടുണ്ടെങ്കിൽ നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. ഈ നോർത്ത് പോളിനെ നമ്മൾ ഉത്തര ധ്രുവം എന്ന് വിളിക്കും, സൗത്ത് പോളിനെ നമ്മൾ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കും. ഇത് മനസ്സിൽ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. ഉത്തര ധ്രുവം ഏതാണ്, ദക്ഷിണ ധ്രുവം ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ, ഇതാണ് അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും. അതായത് ഒരേ ധ്രുവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നോർത്ത് പോളും അടുത്ത് വന്നാൽ അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, വികർഷിക്കും, വികർഷണം ഉണ്ടാകും. അതിനെയാണ് റിപ്പൽഷൻ എന്ന് പറയാ, റിപ്പൽ ചെയ്യും. ഇനി സൗത്ത് പോളും നോർത്ത് പോളും ഓപ്പോസിറ്റ് പോൾസ് വന്നാൽ, വിപരീത ധ്രുവങ്ങൾ വന്നാൽ അവ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഈ പോളിനെയാണ് ധ്രുവം എന്ന് പറയുന്നത്, ധ്രുവം. അപ്പോൾ ഓപ്പോസിറ്റ് പോളുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ധ്രുവങ്ങൾ വന്നാൽ ആകർഷിക്കും, അട്രാക്ട് ചെയ്യും, ആകർഷണം ഉണ്ടാകും. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും? വികർഷിക്കും. വ്യത്യസ്തമായ ധ്രുവങ്ങൾ വന്നാൽ ആകർഷിക്കും, ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വന്നാൽ വികർഷിക്കും. അതിപ്പോ നോർത്ത് പോളും ആണെങ്കിലും ശരി, സൗത്ത് പോളും ആണെങ്കിലും അവ എന്ത് ചെയ്യും? വികർഷണം സംഭവിക്കും. പിടികിട്ടിയല്ലോ? ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രോപ്പർട്ടി, സമാന ധ്രുവങ്ങൾ വികർഷിക്കും. അതായത് സെയിം ആയിട്ടുള്ള ഒരേപോലെയുള്ള ധ്രുവങ്ങൾ, പോൾസ് എന്ത് ചെയ്യും? വികർഷിക്കും എന്ന് പറഞ്ഞാൽ റിപ്പൽ ചെയ്യും. ഇനി ഒരേ തരത്തിലുള്ള ധ്രുവങ്ങൾ, അതായത് ഉത്തരമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് പോളുകൾ, ദക്ഷിണമോ എന്ന് പറഞ്ഞാൽ സൗത്ത് പോളുകൾ തമ്മിൽ എന്തുണ്ടാകും? വികർഷണം ഉണ്ടാകും. ഇനി വിപരീത ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓപ്പോസിറ്റ് പോൾസ് ആണ്. ഓപ്പോസിറ്റ് പോൾസ് എന്ത് ചെയ്യും? ആകർഷിക്കും, അതായത് അട്രാക്ട് ചെയ്യും. ഇനി വ്യത്യസ്ത ധ്രുവങ്ങൾ, ഉത്തര ദക്ഷിണം തമ്മിൽ ആകർഷണം ഉണ്ടാവും. അതായത് ഉത്തര ദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താ? നോർത്ത് സൗത്ത് പോൾസ് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി ധ്രുവങ്ങൾ വേർപെടുത്താൻ കഴിയില്ല. അതായത് ഇത് ഞാനൊരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. ഇതൊരു കാന്തമാണെന്ന് വിചാരിക്കാം, നോർത്ത് സൗത്ത് പോളുണ്ട്. ഇപ്പൊ ഇതിനെ നമ്മൾ നടുവേ അങ്ങ് മുറിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നോർത്തും ഒരു സൈഡിൽ സൗത്തും ആയിട്ട് ഇരിക്കുമെന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെ 2 പീസാക്കിയത്, 2 പീസാക്കുമ്പോഴും വീണ്ടും എന്ത് വരും എന്നറിയാമോ? ഇതിൽ നോർത്ത് പോളും സൗത്ത് പോളും, ഇതിൽ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. വീണ്ടും ഇതിനെ 2 എണ്ണത്തിനെയും കൂടെ മുറിച്ചു എന്ന് വിചാരിച്ചോ? ഇങ്ങനെ മുറിച്ചു, ഇങ്ങനെ മുറിച്ചു. അങ്ങനെ വരുമ്പോഴും ഓരോ പീസിലും എന്തുണ്ടാവും? നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അതായത് ഒരു കാന്തം എത്ര ഭാഗങ്ങളായി മുറിച്ചാലും ഓരോ ഭാഗത്തിനും വീണ്ടും 2 ധ്രുവങ്ങൾ, നോർത്തും സൗത്തും ധ്രുവങ്ങൾ അല്ലെങ്കിൽ പോൾസ് ഉണ്ടാകും. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ,
ഇനി കാന്തത്തിന്റെ ഉപയോഗങ്ങളാണ്. എന്താണ് ആപ്ലിക്കേഷൻസ്, ഇതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാന്തങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതായത് ഒന്ന് കമ്പാസ്. കമ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വട്ടത്തിലിരുന്ന് നമ്മൾ വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറയും. നോർത്ത് സൗത്ത് പോളും കാണും, ഈസ്റ്റ് വെസ്റ്റ്, എന്നിട്ട് ഇതിലൊരു സൂചി കാണും, ഇതുകൊണ്ട് ഇങ്ങനെ. അപ്പം ഇങ്ങനെയുള്ള ധ്രുവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദിശ കണ്ടെത്താൻ, ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും കാട്ടിലൊക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ദിശയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? കൊമ്പാസ് എടുക്കുക, നോർത്ത് സൗത്ത് ഏതാണെന്ന് മനസ്സിലാക്കുക, അങ്ങനെ നമുക്ക് ദിശ അറിയാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇലക്ട്രിക് മോട്ടറിൽ ഉപയോഗിക്കും. ഇലക്ട്രിക് മോട്ടർ അതായത് നമ്മുടെ ഫാനിൽ മോട്ടർ ഉണ്ട് അല്ലെ, മോട്ടർ കത്തിപ്പോയി എന്നൊക്കെ പറയുന്നത് കാണാൻ പറ്റില്ല. മിക്സിയിൽ മോട്ടർ കത്തിപ്പോയി, വാഷിംഗ് മെഷീന്, ഇങ്ങനെയുള്ള ഉപകരണങ്ങളിലൊക്കെ നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ മോട്ടറിൽ കാന്തങ്ങളുണ്ട്. ഇലക്ട്രിക് ബെല്ലിലുണ്ട്, അതായത് സ്കൂൾ ബെല്ല്, ഡോർ ബെല്ല്, ഇതിലൊക്കെ എന്തുണ്ട്? കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാന്തം ഉപയോഗിക്കുന്നതാണ് ലൗഡ് സ്പീക്കറും ഹെഡ്ഫോണും, അതായത് ശബ്ദം ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെയിനുകൾ, ഭാരമേറിയ ഇരുമ്പ് വസ്തുക്കൾ ഉയർത്താനായിട്ട് വലിയ ഇലക്ട്രോ മാഗ്നറ്റ്, കണ്ടോ, ഇലക്ട്രോ മാഗ്നറ്റ് വഴിയായിട്ടാണ് നമ്മൾ ക്രെയിനൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വലിയൊരു അയൺ കോർ വെച്ചിട്ട് അതിന് ചുറ്റും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ സാധാരണ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടല്ലോ, സ്ഥിരകാന്തങ്ങൾ, അവയെക്കാളും കൂടുതൽ ശക്തിയുള്ളതായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റ്. പക്ഷെ എന്താണ് വ്യത്യാസം? നമ്മൾ ഇലക്ട്രിസിറ്റി മാറ്റി കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് അല്ല, സാധാ വസ്തുവായിട്ട് തന്നെ നിൽക്കും. പിന്നെ ഫ്രിഡ്ജിൽ മാഗ്നറ്റ്, ഫ്രിഡ്ജിൽ ഡോർ അടഞ്ഞു കിടക്കാനും പിന്നെ ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കാന്തിക സ്റ്റോറേജ് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക്, നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ഹാർഡ് ഡിസ്കിൽ ഉപയോഗിക്കാറുണ്ട്, ടേപ്പ് റെക്കോർഡറിൽ ഉപയോഗിക്കാറുണ്ട്. അതിലൊക്കെ നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ, വിവരങ്ങൾ സംഭരിക്കാൻ, ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കാന്തികത ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ, മെഡിക്കൽ മേഖലയിൽ എം ആർ ഐ സ്കാൻ പോലെയുള്ള മാഗ്നറ്റിക് റെസണൻസ്, മനസ്സിലായോ, അതുപോലെയുള്ള ഉപകരണങ്ങളിലൊക്കെ ശക്തിയേറിയിട്ടുള്ള കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഭൂമിയുടെ കാന്തികത എന്താണെന്നാണ്. അതായത് ഭൂമി, നമ്മളെ എർത്ത് എന്ന് പറയുന്നത് ഒരു കാന്തമാണെന്നാണ് പറയുക. അതായത് അതുകൊണ്ട് തന്നെ എർത്തിന് സ്വന്തമായിട്ടൊരു കാന്തിക മണ്ഡലമുണ്ട്. അതായത് കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നോർത്ത് സൗത്ത് പോൾ ഉണ്ടെങ്കിൽ ഇതിന്റെ കുറേ ഏരിയ, ഇപ്പൊ ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് ഇതിന്റെ ഈ ഒരു കാന്തത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കൊണ്ടുപോയി നമ്മളൊരു ഇരുമ്പിന്റെ എന്തെങ്കിലും കഷ്ണം കൊണ്ടുവച്ചാൽ ഇത് അട്രാക്ട് ചെയ്യും, മനസ്സിലായോ? അപ്പോൾ പക്ഷെ 1 കിലോമീറ്റർ അകലെ വെച്ച് അട്രാക്ട് ചെയ്യോ? ഇല്ല. പക്ഷെ ഇത് ഇരിക്കുന്നതിന് ചുറ്റും കുറേ പ്രദേശങ്ങളിൽ ഇതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതിന്റെ എന്താണ് ബലം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ഏരിയ എന്തുമാത്രം ദൂരത്ത് അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ട്, ആ ഒരു ഏരിയനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാങ്കല്പികമായ രേഖയാണ്. അതായത് കാന്തം കൊണ്ട് അതിൻ്റെ ചുറ്റും അങ്ങനെ കുറേ വരകൾ ഉണ്ടാകത്തൊന്നുമില്ല, പക്ഷെ അതൊരു സാങ്കല്പിക രേഖയാണ്. അപ്പം എർത്ത് എന്ന് പറയുന്നത്, അതായത് ഭൂമി എന്ന് പറയുന്നതിന് സ്വന്തമായിട്ടൊരു കാന്തിക മണ്ഡലമുണ്ട്, എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഭൂമിയുടെ കാന്തികത എന്ന് പറയാം. അപ്പൊ അതായത് ഭൂമിയുടെ ഉൾഭാഗത്ത് നമുക്കറിയാം, ഭൂമി കുഴിച്ചിട്ടാണ് നമ്മൾ ലോഹങ്ങളൊക്കെ എടുക്കുക, സ്വർണ്ണം എടുക്കാറുണ്ട്, ഇരുമ്പ് എടുക്കാറുണ്ട് അല്ലെ, ഭൂമി മൈനിങ് എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ കുഴിച്ചാണ് എടുക്കുക. അപ്പൊ ഭൂമിയുടെ ഉള്ളിൽ എന്താണ്? ഉരുക്കിയ ഇരുമ്പും നിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭൂമി ചലിക്കുന്നതോടൊപ്പം ഈ ഒരു എന്താണ് നമ്മൾ പറയില്ലേ, കണ്ടക്ടറാണ്. ഈ ഇരുമ്പ് നിക്കൽ എന്നൊക്കെ പറയുന്നത് കണ്ടക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ചാലകങ്ങളാണ്. അപ്പൊ ഇത് തിരിയുന്നതിനോടൊപ്പം തന്നെ അവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഭൂമിക്ക് ഇതുപോലെ തന്നെ 2 ധ്രുവങ്ങളുണ്ട്. ഉത്തര കാന്തിക ധ്രുവം, മാഗ്നറ്റിക് നോർത്ത് പോൾ എന്ന് വിളിക്കും. ദക്ഷിണ കാന്തിക ധ്രുവം, മാഗ്നറ്റിക് സൗത്ത് പോള്. നോർത്ത് പോളും സൗത്ത് പോളും ആർക്കും ഉണ്ട്? ഭൂമിക്കും ഉണ്ട്. അപ്പൊ ഭൂമിക്ക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഉള്ളില് ഇതുപോലെയുള്ള ലോഹങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിക്ക് എന്തുണ്ട്? ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഓക്കെ, കണ്ടോ? ഇതാണ് ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഇത് ഭൂമി കറങ്ങുന്ന ആക്സിസ് ആണ് കൊടുത്തിരിക്കുന്നത്, സ്പിൻ ആക്സിസ്.
ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് നടുവേ ഒരു കൃത്യം ഈ ഭൂമിയുടെ നടുക്ക് ഒരു അച്ചുതണ്ട് എന്ന് പറയും. ആ ആക്സിസിന് ചുറ്റും ഭൂമി കറങ്ങുകയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അതിന് ചുറ്റും കറങ്ങുമ്പോൾ ഇത് കണ്ടോ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഭൂമിക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഭൂമിനെ തന്നെ നമ്മൾ നോർത്ത് സൗത്ത് പോളായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും ആണ്. ഇത് കാന്തത്തിൻ്റെയാണ്, ഭൂമിയുടെയാണ്. നമ്മൾ ഇവിടെ നോർത്ത് പറയും, ഇവിടെ സൗത്ത് പറയും കേട്ടോ. അപ്പൊ ഭൂമിയുടെ നോർത്ത് സൗത്ത് പോളുണ്ട്. അതുപോലെ ഈ ജിയോഗ്രാഫിക് നോർത്ത് പോൾ ഈസ് ദ മാഗ്നറ്റിക് സൗത്ത് പോള്. ജിയോഗ്രാഫിക് ആയിട്ടുള്ള നോർത്ത് പോളാണ് മാഗ്നറ്റിന്റെ സൗത്ത് പോള്. ജിയോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് നോർത്ത് സൗത്ത് നമ്മൾ വരയ്ക്കും. നമ്മൾ ഗ്ലോബിലൊക്കെ ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും വരച്ചെങ്കിൽ അതിന്റെ നോർത്ത് പോളാണ് മാഗ്നറ്റിന്റെ സൗത്ത് പോള്. മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഇതും, ഭൂമി മാഗ്നറ്റ് ആണല്ലോ, അതിന്റെ സൗത്ത് പോളും നോർത്ത് പോളും ഇങ്ങനെയാണ്. കൺഫ്യൂഷൻ ആവണ്ട, വലിയ കാര്യമൊന്നുമില്ല. ഭൂമി ഒരു മാഗ്നറ്റ് ആണ്, അതിന് നോർത്ത് സൗത്തും പോളും ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഭൂമിയുടെ കാന്തികതയുടെ പ്രാധാന്യം, ഇനി എന്തിനാണ് നമ്മൾ ഭൂമിക്ക് കാന്തികത എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഈ ജോമെട്രിക് നോർത്ത് സൗത്തും തിരിഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത്. അതായത് നമ്മൾ ദിശ നിർണയം, നമ്മളൊരു കോമ്പാസും കൊണ്ട് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ സഹായത്തോടെ ഉത്തര ദക്ഷിണ ദിശ കാണിക്കണമെങ്കിൽ ഭൂമിയുടെ ജിയോഗ്രാഫിക് ആയിട്ടുള്ള നോർത്ത് സൗത്ത് പോളും കാണിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാന്തത്തിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഭൂമിയുടെ കാന്തികത എന്ന് പറയുന്നത്, അല്ലെ? ഓപ്പോസിറ്റ് പോളാണെങ്കിലല്ലേ അട്രാക്ട് ചെയ്ത് നമുക്ക് കാണിക്കുള്ളൂ. അതാണ് കാര്യം. പിന്നെ ജീവജാലങ്ങളുടെ ദിശാബോധം, അതുപോലെ പക്ഷികള്, മത്സ്യങ്ങള്, ചില ജീവികള് ഭൂമിയുടെ കാന്തിക മണ്ഡലം ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. അവർക്ക് കണ്ടോ, അവരെ നമുക്കറിയാം, രാവിലെ പക്ഷികൾ കിഴക്ക് ദിശയിലേക്ക് പോകും, വൈകുന്നേരം ആകുമ്പോൾ പടിഞ്ഞാറേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ഈ കൃത്യം വഴി പഠിച്ച് പോകുന്നതാണോ എന്ന് നമ്മൾ ഓർക്കും. രാവിലെ പോകുന്നവര് വൈകുന്നേരം ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഇവർ ഈ ഭൂമിയുടെ കാന്തിക മണ്ഡലം ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ സൂര്യകണികളിൽ നിന്നുള്ള സംരക്ഷണം, ഭൂമിയുടെ കാന്തിക മണ്ഡലം സൂര്യനിൽ നിന്ന് വരുന്ന ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള, അതായത് ഹാനികരമായിട്ടുള്ള കണികകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഭൂമിയുടെ കാന്തികത ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈദ്യുത ആശയവിനിമയ മേഖല. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ, അതായത് റേഡിയോയുടെ ആശയവിനിമയം, അതുപോലെ സാറ്റലൈറ്റ് വഴിയായിട്ടുള്ള ആശയവിനിമയം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെ ഭൂമിയുടെ കാന്തികതയെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പം റേഡിയോ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ആശയവിനിമയം, ഉപഗ്രഹങ്ങൾ വഴിയുള്ള ആശയവിനിമയം, ഉപഗ്രഹങ്ങൾ വഴി നമ്മൾ എർത്തിന്റെ പല കാര്യങ്ങളും, പല സവിശേഷതകളും, അതായത് നമുക്കിപ്പോൾ കാലാവസ്ഥ അറിയണമെങ്കിൽ, ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഉപഗ്രഹങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ ഈ ഭൂമിയുടെ കാന്തികതയുടെ സ്വാധീനം കൊണ്ടാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നത്. ഇനി ഭൂമിയുടെ കാന്തികത എന്ന് പറയുന്നത് ഭൂമിയെ ഒരു വലിയ കാന്തം പോലെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഭൗതിക പ്രതിഭാസമാണ്. അപ്പൊ ഇത് ഭൂമിയിലെ ജീവനും അതുപോലെ നമുക്കുണ്ടാകുന്ന സാങ്കേതിക വിദ്യകൾ, എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും നിലനിൽക്കാനായിട്ട് ഭൂമിയുടെ കാന്തികതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് കാന്തികതയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പം ആദ്യം നമ്മൾ പഠിച്ചത് കാന്തികത എന്തായിരുന്നായിരുന്നു, അതായത് മാഗ്നറ്റിസം എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതുപോലെ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. നമ്മൾ കാന്തികത എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാം വെറുതെ കേട്ടിരിക്കാതെ ബുക്കിലേക്ക് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അനാവശ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ആ നോട്ട് എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മളത് പഠിച്ച് നന്നായിട്ട് നമ്മൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നോട്ടുകൂടെ പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അത് ഗ്രഹിക്കാൻ പറ്റും. നമ്മൾ കണ്ട് മനസ്സിലാക്കി എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോവില്ല. മനസ്സിലായോ? അത് നമ്മളെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.